Hi all, welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ രണ്ട് ടൈപ്പ് പുഡിംഗ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ചെമ്മീനും ഉണ്ട്, നഗറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ രണ്ട് ടൈപ്പ് മയണൈസ് ഉരുളക്കിഴങ്ങ് വെച്ചുകൊണ്ട് രണ്ട് വിധത്തിലുള്ള മയണൈസും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ ആകുമ്പോൾ പച്ചക്കല്ല കഴിക്കുക. ഇത് ഉരുളക്കിഴങ്ങ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ധൈര്യത്തിൽ കൊടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ മയണൈസാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ലാസ്റ്റ് വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാം, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇവിടെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന 3 സാധനങ്ങളാണ്. അതിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് തുച്ച് മൊത്തം എല്ലാം എടുത്ത് വായിലിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചെമ്മീൻ്റെ എന്താ പറയാ നഗറ്റ്സ് ഉണ്ടാക്കാം. നാടൻ രീതിയിലാണ് കേട്ടോ, പക്ക അവരുണ്ടാക്കുന്ന പോലെയല്ല. അപ്പോൾ ചെമ്മീൻ്റെ നഗറ്റ്സ് ഉണ്ടാക്കാം. അതിനുശേഷം മിൽക്ക് കസ്റ്റാർഡ് പുഡിംഗ് ഉണ്ടാക്കാം. അതിനുശേഷം പിന്നെ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് കൊണ്ട് മയണൈസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും കൂടെ നോക്കാം. ഇത് 3 ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അത് ചുച്ചു തീർക്കല്ലേ കൊണ്ടാ. മഞ്ഞളും ഇത് ഉപ്പിട്ടിട്ട് കഴുകിയത് ഇതിന്റെ ഒരു സ്മെല്ല് ഉണ്ടാവില്ലേ, മീനിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്മെല്ല്, അത് പോകാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങനത്തെ ഒരു വൃത്തിയായിട്ടൊരു സ്മെല്ല് ഉണ്ടാവില്ല. എന്നിട്ട് ഇത് ചെറുതാക്കിയിട്ട് അരിയാ. വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഇടാം. പക്ഷെ മിക്സിയിൽ ഇടുന്നതിനേക്കാളും ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മളിത് ചെറുതായിട്ട് അരിയുന്നത്. കുറച്ച് നമുക്ക് പണി കൂടുതലാണെങ്കിലും ടേസ്റ്റ് ആയിട്ട് കഴിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടണം. അപ്പൊ ഇന്നും ടാസ്ക് തന്നെയാണ് നമുക്ക്. ഇപ്പൊ സമയം എത്രയായി? 3:30 ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. 3:30 അല്ല 4:15. 4:15 ആയില്ലേ? അസ്രസ്കരിച്ചിട്ടില്ല, ഇടയിൽ കൂടെ പോയിട്ട് അസ്രസ്കരിച്ചിട്ട് വരണം. ഓക്കെ. ചെറിയുള്ളി 10 ചതച്ച് വെച്ചതാണ്. അതിലേക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നോമ്പായതുകൊണ്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ല, അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ ഇടുക കേട്ടോ. പിന്നെ കുറച്ച് സോയ സോസ് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് കോൺഫ്ലവർ മാവും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ബ്രെഡ് ക്രംസ് ആണ്, അതും കൂടി ഒന്ന് പിടിക്കുമ്പോൾ കറക്റ്റായിട്ടൊന്ന് മയത്തിൽ കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. ബ്രെഡ് ക്രംസ് ഒരുപാടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ടേസ്റ്റ് പോയി കിട്ടും. പക്ഷെ ഞാൻ ഇതിലേക്ക് ഒരു മുട്ട ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് വെള്ളം പോലെ ആയി കേട്ടോ. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ബോളായിട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കാം കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ഓരോ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. നിൽക്കുന്ന പോലും ഇല്ല. ഈ ഗ്രംസ് ഞാൻ പൊടിച്ചു കൊടുത്തു. പറയൂ. റനക്കുട്ടി പണി ചെയ്യണില്ലേ എന്ന് ചോദിച്ചില്ലേ? റനക്കുട്ടി പണി ചെയ്തിട്ടുണ്ട്. ബ്രെഡ് ക്രംസ് എനിക്ക് പൊടിച്ചു തന്നു. ഇതിലിട്ട് ഉള്ളി ഞാനാ പൊടിച്ചത്. പൊടിക്കല്ല, അത് ചതയ്ക്കാന്നാണ് എൻ്റെ പേര്. കുറച്ച് വെള്ളം പോലെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയതാണ് ഇട്ടിട്ട്. ഓക്കെ, നമ്മൾ ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. ആക്ച്വലി ഇതിലേക്ക് ഉള്ളിയൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ, പക്ഷെ നമ്മൾ ഇട്ടു. ഇനി ഇത് നമുക്ക് ബോളാക്കിയിട്ട് വെള്ളം പോലെ ആയപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെർഫെക്റ്റ് നമുക്ക് ആ ഷേപ്പിൽ അങ്ങനെ റൗണ്ട് ആക്കാനൊക്കെ പറ്റുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അതെനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല.
ഇനി നമ്മളിത് ഇതുപോലെ റൗണ്ടാക്കിയിട്ട് കയ്യിൽ കുറച്ച് ഓയിൽ തടവുക. എന്നിട്ട് ഇതുപോലെ റൗണ്ടാക്കിയതിന് ശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ബോളായിട്ട് കിട്ടും. ഇത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും. നമ്മൾ വലിയ ഷോപ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ കവറിൽ കിട്ടൂലേ, അതേപോലെ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കിയിട്ട് ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ട് പണി ഒരുപാട് കഴിയാത്തവർക്കൊക്കെ ഇതുപോലെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ആകുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, എടുത്ത് എണ്ണയിലിട്ട് പൊരിച്ചാൽ മാത്രം മതി. ബോൾസ് ഏകദേശം ആക്കിയിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് ഇത് വന്നിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി എല്ലാം റൗണ്ടാക്കി ബോൾസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. കഴിയാറായിട്ടോ, ലാസ്റ്റ് ഒന്നും കൂടെ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് ഫ്രീസറിൽ വെക്കുകയാണ്. ഫ്രീസറിൽ ഒരു അരമണിക്കൂർ ഒന്ന് സെറ്റ് ആവാൻ വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ എടുത്ത് പൊരിക്കേണ്ടത് കേട്ടോ. ഇതിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കും കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ ഇതിന്റെ ഇടയിൽ വേറെ ഒരു പണിയും ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് വരാം. അതിന് ശേഷം നമുക്ക് മയോണൈസ് അടിക്കാൻ നോക്കാം കേട്ടോ. അടുത്ത പണിയിലേക്ക് പോകുന്നതിന് മുമ്പ് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടേ ആയിരിക്കില്ല അടുത്ത പണി ചെയ്യുന്നത്. കാരണം അങ്ങനെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം എന്നാലും ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇനി മയോണൈസ് അടിക്കാം കേട്ടോ. ഇത് ഉരുളക്കിഴങ്ങ് നേരത്തെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കുക്കറിലിട്ടിട്ട്. ഇത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു മിക്സിയിലേക്ക് പൊടിച്ച് ഇതുപോലെ ഇടുക. കട്ട് ചെയ്തിട്ടാൽ മതി, ഞാൻ കയ്യിൽ തന്നെ ആക്കി ഇട്ടതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ ഉടച്ചിടുക. ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് 3 വെളുത്തുള്ളി അല്ലിയാണ്, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് വേണ്ടത് ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയി വരും. അതിന് ശേഷം നമ്മൾ കുറച്ച് പാലും കൂടെ ഒഴിച്ചതിന് ശേഷം വീണ്ടും മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പാല് ഇടയ്ക്ക് നമുക്ക് എത്ര ലൂസ് വേണോ അതിനനുസരിച്ചിട്ടാണ് പാലൊഴിക്കേണ്ടത്. ഒരുപാട് നിങ്ങൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഓയിൽ പിന്നെ ഒരു 2-3 പ്രാവശ്യം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം. നന്നായിട്ട് അടിഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് അടിച്ചെടുക്കുക. ബജ്ജി ഇപ്പോൾ കൊണ്ടുവരാം. ബജ്ജൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റായ അടിപൊളി മയോണൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുക. ഈ ഒറിഗാനോ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും, നമ്മൾ മുമ്പേ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ മേലെ വീട്ടിൽ പണി നടക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് സൗണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടുണ്ടാവും. വേഗം പറയാം. അപ്പോൾ നമ്മൾ നോർമൽ വൈറ്റ് മയോണൈസ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കൊരു ഓറഞ്ച് കളറിലുള്ള മയോണൈസ് കിട്ടുമല്ലോ, കുറച്ച് എരിവുള്ളത്, അതും കൂടി ഉണ്ടാക്കാം. അതിന് ഭയങ്കര ഈസിയാണ് അത് ഉണ്ടാക്കാൻ. ഈ മയോണൈസിലേക്ക് നമുക്ക് കുറച്ച് സ്വീറ്റ് ചില്ലി സോസ് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇത്രേ ഉള്ളൂ പണി. ഇനി നമുക്ക് നമ്മുടെ പുഡിംഗ് ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ഫസ്റ്റ് ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചതിന് ശേഷം നമ്മൾ കാരമൽ ഉണ്ടാക്കുകയാണ് ബേസിനും വേണ്ടിയിട്ട്. അപ്പോൾ കാരമൽ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചിറ്റിച്ചെടുക്കുക കേട്ടോ. കട്ടിയാവുന്നതിന് മുമ്പായിട്ട് ചെയ്യണം. ചിലപ്പോൾ മിക്കവർക്കും അറിയായിരിക്കാം, എങ്കിലും ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. ഇതുപോലെ നന്നായിട്ട് ചിറ്റിച്ചെടുക്കുക കേട്ടോ. ഇതിൽ നമുക്ക് മിഠായിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഇതിൽ കളർ കുറച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കളർ കോൽമിഠായിയൊക്കെ അല്ലേ, അതുപോലെ ഉണ്ടാക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു മിഠായി ഇല്ലേ, അതുപോലെ വരും കേട്ടോ. എന്താ മിഠായിൻ്റെ പേര്? എന്തോ ഒരു പേര് പറയില്ലേ, ഞാനത് ചുച്ചൊക്കെ ഇങ്ങനെ ആക്കി കൊടുത്തൊന്നും നല്ലതല്ല ആക്ച്വലി. എന്താ പറയുക, ഷുഗറല്ലേ, ഷുഗറൊന്നും നല്ലതല്ല, എങ്കിലും ഇടയ്ക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് ഒരു 3 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മുട്ട ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക, 3 എണ്ണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര, നിങ്ങൾക്ക് എത്രയാണോ പഞ്ചസാര വേണ്ടത് അത്രയാണ് എടുക്കേണ്ടത്. ഇനി ഒരു 1/2 ലിറ്റർ പാലിൻ്റെ പകുതിയാണ്, അതായത് 1/4 ലിറ്റർ പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ട് വരാം കേട്ടോ. മിക്സിയിൽ അടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരുന്ന ആ ബേസിലേക്ക്, കാരമലിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഈ നമ്മൾ അടിച്ചെടുത്ത ഈ കൂട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വലിയൊരു പാത്രം എടുക്കുക.
ഈ പാത്രത്തിലോട്ട് ആവശ്യത്തിന് കുറച്ച് 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉള്ളിൽ ഇതുപോലൊരു പാത്രം വെച്ച് കൊടുത്തു. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ചിരുന്ന ആ പാത്രം കൂടി ഇറക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇത് ഒരു മൂടിയിട്ട് മൂടി വയ്ക്കുക. ഇനി വലിയ പാത്രം കൂടി മൂടി വയ്ക്കുക. കറക്റ്റായിട്ട് 30 മിനിറ്റ്, അരമണിക്കൂറാണ് നമ്മൾ ഇത് കുക്ക് ചെയ്യാനായിട്ട് എടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയാണ് നോക്കേണ്ടത്. അപ്പോൾ കുറച്ച് തണ്ണിമത്തൻ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നിങ്ങളുടെ അവിടെ ഇത് വത്തക്ക എന്നൊക്കെ അല്ലേ പറയുക. അപ്പോൾ തണ്ണിമത്തൻ ഇതൊരു മഞ്ഞ കളറാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നമ്മൾ നോർമൽ തണ്ണിമത്തനേക്കാളും നല്ല ടേസ്റ്റ് മധുരം ഉണ്ടായിരുന്നു കേട്ടോ ഈ തണ്ണിമത്തന്. അപ്പോൾ കുറച്ച് കഴിക്കാനും കൂടെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ജ്യൂസ് അടിക്കുന്നത് റനക്കുട്ടീനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മെല്ലെ മെല്ലെ റനക്കുട്ടീനെ കൊണ്ട് ഓരോ പണിയായിട്ട് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. ഹാപ്പി. അപ്പം എനിക്ക് ഈ പീസ തരാൻ പോയി ജ്യൂസ് അടിക്കാൻ. എന്നാൽ ഞാൻ പോട്ടെ. ഓക്കെ. ഇനി അടുത്തതായിട്ട് നമ്മൾ കുക്കുംബർ കൊണ്ടാണ് ഒരു പുഡിംഗ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് അതിൻ്റെ തോലൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം കേട്ടോ. കുറച്ച് പാൽ, 1 ഗ്ലാസ് പാലിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതി ഇത്രയും മതിയാവും നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഈ കുക്കുംബർ കൊണ്ട് തേങ്ങാപ്പാൽ വെച്ചുകൊണ്ട് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാം. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അത് നിങ്ങൾക്ക് നെക്സ്റ്റ് വ്ളോഗിൽ അത് കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും അത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളങ്ങനെ കുടിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഓൾറെഡി എൻ്റെ ചാനലിൽ ഞാനത് ഇട്ടിട്ടുണ്ട്. പോയ പ്രാവശ്യം നോമ്പിനുള്ള സമയത്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അധികം വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആരും കണ്ടിട്ടില്ല തോന്നണം കേട്ടോ. അപ്പോൾ ഇനി പാലിലേക്ക് ഈ കുക്കുംബർ എല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ കൂടെ ജ്യൂസിൻ്റെ പണി നമ്മുടെ റനക്കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പുഡിങ് വെക്കാനായിട്ട് അടുപ്പിലേക്ക് നമ്മൾ പാലും കുക്കുംബറും അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ നമ്മുടെ നഗറ്റ്സ് ഉണ്ടാക്കിയില്ലേ, ആ ബോൾസ് എടുക്കാം. അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എടുത്ത് പുറത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് അടുപ്പ് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് ചെറിയൊരു കടായ എടുക്കുന്നുണ്ട്. ചെറിയ കടായ ആകുമ്പോൾ എണ്ണ ഒരുപാട് വേണ്ടി വരില്ല. അതുകൊണ്ടാണ് ചെറുതെടുക്കുന്നത്. നമ്മുടെ പുഡിങ്ങിലേക്ക് കുറച്ച് റവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തിക്കായി കിട്ടാനും വേണ്ടിയിട്ടാണ് റവ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ കടായിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ശരി മുത്ത. എനിക്കിങ്ങനെ എണ്ണ ഒരുപാട് വേസ്റ്റ് ആക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് അധികം എണ്ണയിൽ മുക്കി പൊരിക്കുന്ന സാധനങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. പക്ഷേ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നു ഇതുപോലെ നഗറ്റ്സ് ബോളൊക്കെ ഉണ്ടാക്കി കഴിക്കണം എന്ന്. ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഇതിന് ഭയങ്കര റേറ്റ് ആയിരിക്കും. അപ്പോൾ വീട്ടിലാകുമ്പോൾ നമുക്ക് ഇഷ്ടത്തിന് ഉണ്ടാക്കി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഏതായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാ ബോൾസും അല്ല, ഈ എണ്ണയിൽ എത്ര കൊള്ളുന്നോ അത്രയും ബോൾസ് ഞാൻ ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ട്രിപ്പ് നമ്മൾ പൊരിക്കുന്നത് പെർഫെക്റ്റ് കളറിൽ നമുക്ക് കിട്ടും. കാരണം പിന്നീട് എല്ലാ ബ്രെഡ് ക്രംസൊക്കെ ഈ എണ്ണയിലായിട്ട് നെക്സ്റ്റ് ടൈം ഇടുന്ന സമയത്ത് അതൊരു ബ്ലാക്ക് കളറായി വരും. മൂന്നാമത്തേക്ക് ആകുമ്പോൾ പിന്നെ നന്നായിട്ട് ബ്ലാക്ക് ആയി പോകും. എന്താടാ, എന്ത് വേണം? തരട്ടാ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നഗറ്റ്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിച്ച് നോക്കിയ സമയത്ത്. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തുകൊണ്ട് ആ പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ പുഡിങ് അപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. നമ്മുടെ നെക്സ്റ്റ് പുഡിങ്ങും കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതും നന്നായിട്ട് പെർഫെക്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഭയങ്കര സോഫ്റ്റായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ച് വെന്തിട്ടില്ല എന്ന്, പിന്നെ നോക്കിയപ്പോൾ അതിൻ്റെ ടെക്സ്ചർ തന്നെ അങ്ങനെയാണ് കേട്ടോ. ഒരു കാര്യം പറയട്ടെ, അപ്പുറത്ത് കരിയണ്ട ആ സംഭവം. ഞാൻ ഒന്നിൽ നിന്നാ എന്നെ പോലെ ഡബിൾ മൈൻഡ് ആണ്.
ബാത്റൂമിന്റെ ഉള്ളിൽ ചട്ടയം വെച്ച് എന്ത് ചെയ്യണേ? ആ കഴിഞ്ഞ ദോശ ഇടാണ്. ആ കഴിഞ്ഞ ബാ ബാ ഇട്. കളി. ഇനി എന്ത് വേണം? ചുറ്റുമണിക്ക്. ഓക്കെ. ഇത് നമ്മുടെ കുക്കുംബർ പുഡിംഗ് ആണ്. ഇതിലൊരു കാര്യം പറയാം, ആരും ട്രൈ ചെയ്യണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ കുക്കുംബറിൻ്റെ ഒരു സ്മെല്ല് ഇഷ്ടമാവില്ല. സംഭവം നല്ല ടേസ്റ്റാണ്, പക്ഷെ അതിൻ്റെ ഒരു സ്മെല്ല് ഇഷ്ടമായില്ല കേട്ടോ. ഞാൻ ക്യാരറ്റിലൊക്കെ ചെയ്യുന്ന പോലെ ഇതിലൊന്ന് പരീക്ഷിച്ചതാണ്, പക്ഷെ ചീറ്റിപ്പോയി എന്ന് വേണം പറയാൻ. ഇഷ്ടമുണ്ട്. പിന്നെ അപ്പോൾ ബാങ്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ നോമ്പൊക്കെ തുറക്കാണ് കേട്ടോ. ഈ പുഡിങ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇന്ന് തന്നെ ട്രൈ ചെയ്യണം. വളരെ ഈസിയാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. മധുരം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇന്ന് തന്നെ ട്രൈ ചെയ്തിട്ട് എൻ്റെ അഭിപ്രായം പറയുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പിടിച്ചു 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 പിടിച്ചു. ഇല്ല, ഫിനിഷ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയും നമ്മുടെ ഫാമിലിയും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഇപ്പം തന്നെ ലൈക്ക് ചെയ്തേക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് അറിയാവുന്ന 1-2 പേർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ബട്ടൺ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക ബെല്ലൈക്കണിൽ കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാ അല്ലാ ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.